എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? മിയ കൃഷിൻ്റെ കൂടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും മുഖത്ത് മൗനിയെക്കുറിച്ചുള്ള വേവലാതി തെളിഞ്ഞു കാണുമായിരുന്നു. കൃഷി നോക്കുമ്പോഴൊക്കെ മിയ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. കുറച്ചു നേരമായി അവനത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനത് ചോദിക്കുകയും ചെയ്തു, എന്തു പറ്റി, കുറേ നേരമായാലോ? അതിന് മിയ ചെറു പുഞ്ചിരിയോടെയായിരുന്നു മറുപടി നൽകിയത്. ഏയ്, ഞാൻ നിന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. നീ ഒരുപാട് മാറിപ്പോയി. പഴയ കൃഷ് അവനിൽ നിന്നിൽ കാണാനേ കഴിയുന്നില്ല. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ മാത്രം. കേദാർ ഇരിക്കുന്ന പോലെയാണ് നീ. നോട്ടം, ഭാവം, ചിരി, അങ്ങനെയെല്ലാം. അവളുടെ മറുപടിക്ക് അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. തമാശയല്ലടാ, സത്യമാണ്. ഒരു ചോക്ലേറ്റ് ബോയ്, അതായിരുന്നു നീ. ഉറക്കെ സംസാരിച്ചുകൊണ്ട് എപ്പോഴും പുഞ്ചിരിയോടെ അടിച്ചു പൊളിച്ച് നടന്നൊരു ചെറിയ ചെക്കൻ. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ചേഞ്ച്. പഴയ കൃഷിനെ കാണാൻ പോലും കഴിയുന്നില്ല. മിയ അവനെ നോക്കിക്കൊണ്ട് തന്നെ പറയുന്നത് കേട്ട് കൃഷി ചോദിച്ചു, അതിലെന്താ ഒരു അത്ഭുതം? നമ്മൾ ഡോക്ടേഴ്സ് അല്ലേ. അപ്പോൾ പറ, ശരിക്കും ഒരു മനുഷ്യൻ മരിക്കുന്നത് എപ്പോഴാണ്? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? പറ മിയ, എങ്ങനെയാണ്? അയാളുടെ ഹാർട്ട് അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ ആണോ? അങ്ങനെയാകുമ്പോൾ ശരിക്കും മരിച്ചത് ഞാനല്ലേ മിയ? ഹേയ് ഡാ. അവൻ്റെ മറുപടി കേട്ട് മിയ പെട്ടെന്ന് വല്ലാതെയായി. സത്യമല്ലേ? അവൻ്റെ കണ്ണുകളും ഹൃദയവുമാണ് എന്നിലുള്ളത്. ശരിക്കും കേദാർ കാണുന്നതും അവൻ്റെ ആഗ്രഹങ്ങളുമല്ലേ എന്നിൽ നടക്കുന്നത്? ഏയ് ഡാ, ഞാൻ ചുമ്മാ. മിയ നിമിഷം വല്ലാതെയായി. ഏയ്, നീ പേടിക്കണ്ട, അതാണ് സത്യം. അത് ആരംഗീകരിച്ചില്ല എങ്കിലും എനിക്ക് അംഗീകരിക്കാൻ കഴിയും. കാരണം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അവനെയാണ്, കേദാറിനെ. എന്നെ കാണാൻ എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അത് വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിൽ എന്നെ തള്ളിവിടാനും കാരണമായി. ഇപ്പോൾ അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇങ്ങനെ ഒരു ചേഞ്ച് നിനക്ക് തോന്നുന്നത്. ശരിയായിരിക്കാം. എനിക്കൊരു പ്രണയമുണ്ടായത് അതവനായിരുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ. കാരണം അവൻ നിൽക്കുന്നത് എൻ്റെ സഹോദരൻ്റെ ശരീരത്തിലാണ്. മിയ ഉറപ്പോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സത്യം. ചിലതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നല്ലേ. ശരിക്കും നമ്മൾ ഈ നാട്ടിൽ വന്നതുപോലും ഇങ്ങനെയൊക്കെ നടക്കാനായിരിക്കും. ഇതായിരിക്കും വിധി അല്ലേ? പറഞ്ഞുകൊണ്ട് കൃഷി നോക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയിരിക്കുന്ന മേയെയാണ് അവൻ കണ്ടത്. എന്താണെന്നറിയാൻ തിരഞ്ഞു നോക്കിയ കൃഷി കാണുന്നത് അവിടേക്ക് വരുന്ന മൗനിയെയാണ്. തളർച്ച മുഖത്ത് നല്ല രീതിക്കുണ്ട്. എങ്കിലും അവളുടെ കണ്ണുകളിൽ അത് കാണാൻ കഴിഞ്ഞില്ല. മൗനി അവരിരുവരെ നോക്കിക്കൊണ്ട് പതിയെ നടന്ന് അവർക്കരികിലുള്ള ചെയറിൽ വന്നിരുന്നു. എന്നിട്ട് അവിടെ മിയ കുടിച്ചുകൊണ്ടിരുന്ന കോഫി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി മൗനി അത് കുടിച്ചു. അതുമാത്രം മതിയായിരുന്നു മിയയ്ക്ക്. നിറ കണ്ണുകളോടെ മൗനിയെ അവൾ നോക്കുന്നത് കണ്ട് മൗനി പറഞ്ഞു, നീ വിഷമിക്കണ്ട. നിന്റെ തെറ്റുകാരിയായി ഞാൻ ഒരിക്കലും കാണില്ല. കാരണം എന്താണെന്നറിയോ? ആദ്യം മുതലേ രാഘവുമായുള്ള ബന്ധത്തിന് നീ എതിർത്തിട്ടേയുള്ളൂ. അത് മനസ്സിലാക്കാതെ ഈ അപകടത്തിലേക്ക് ചാടിയത് ഞാനാണ്. മൗനിയുടെ വാക്കുകൾക്ക് മിയ പതിയൊന്നും മൂളുകയല്ലാതെ മറുപടി ഒന്നും നൽകിയില്ല. മൗനി പക്ഷി തുടർന്നു, എനിക്കറിയണം. കിച്ചുവിനെ ഇല്ലാതാക്കിയത് ആരാണ്? അത് നിങ്ങൾക്കറിയോ എന്നാണ്. മൗനിയുടെ ചോദ്യങ്ങൾക്ക് ആദ്യം മിയ മറുപടി നൽകാൻ സമ്മതിച്ചില്ല. പക്ഷേ അപ്പോഴേക്കും കൃഷിൻ്റെ സൗണ്ടോടെ വന്നിരുന്നു.
അറിയില്ലായിരുന്നു മൗനി. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ. ഞെട്ടലോടെ ഇരിക്കുന്ന മിയയെ നോക്കി കൃഷി മറുപടി നൽകി. അതാരാണെന്നറിഞ്ഞാൽ മൗനിയുടെ അവസ്ഥ അതായിരുന്നു. മിയയെ ആ നിമിഷങ്ങളിൽ അതേ ഭാവത്തോടെ പേടിയോടെ തന്നെ ഇരിക്കാനുള്ള കാരണം. അപ്പോൾ അറിയാമല്ലേ ആരാണവർ? കൃഷ്ണനെ നോക്കി മൗനി ആകാംക്ഷയോടെ ചോദിച്ചു. അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ ഇല്ലാതാക്കിയവനെ പറ്റി അറിയണമെന്നൊരു വല്ലാത്തൊരാഗ്രഹമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതിനാൽ തന്നെ കൃഷ് അവൾക്ക് മറുപടിയും നൽകി. പറഞ്ഞാലറിയും. കേദാറിനെ ഇല്ലാതാക്കിയവർ തന്നെയാണ് ഇന്നത്തെ നിന്റെ അവസ്ഥയ്ക്കും കാരണം. കൃഷ്ണൻ്റെ മറുപടി കേട്ട മൗനി അത് മനസ്സിലാകാത്ത പോലെ തോന്നി അവനെ നോക്കി. മനസ്സിലായില്ല അല്ലേ? അവർ തന്നെയാണ് രാഘവും കൂട്ടരും. കൃഷ്ണൻ്റെ വാക്കുകളിൽ നിന്ന് അവൾ ഞെട്ടിപ്പോയി. തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെയുള്ള അവസ്ഥയിലായിരുന്നു മൗനി ആ നിമിഷങ്ങളിൽ. അവൾ അലറി, വാട്ട്? നോ, ഇതെങ്ങനെ? മിയ ഇത് സത്യമാണോ? എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല, ഇതൊന്നും ശരിയല്ല. മൗനി വിശ്വസിക്കാൻ കഴിയാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവരെ നോക്കി. പിന്നെയും അവൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ണീരോടെ നോക്കി നിൽക്കാൻ മാത്രമേ അപ്പോൾ മിയയ്ക്കും കൃഷ്ണനും സാധിച്ചിരുന്നുള്ളൂ. മൗനി എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറും? നമുക്ക് കാത്തിരുന്ന് കേട്ടാലോ? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.